കൊച്ചിയെ കൊള്ളയടിച്ച CPM ഡബിൾ എഞ്ചിനാണെന്ന് പറയുന്നതിനൊരു ഉദാഹരണമാണ് ഈ എനിക്ക് പുറകെ കാണുന്ന ചീനവല, അതായത് ചൈനീസ് ഫിഷിംഗ് നെറ്റ്. അതായത് കൊച്ചിയുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മീൻപിടുത്തം എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊരുപാട് ചരിത്രമുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ ചീനവല വലിക്കുന്ന മീൻപിടുത്തക്കാർക്ക് അതായത് ഒരു പാക്കേജ് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിലുണ്ട്, ഏകദേശം 10 കോടി രൂപ. പക്ഷേ അത് കൊച്ചിൻ കോർപ്പറേഷൻ്റെതേ അല്ല, പകരം കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടുള്ള 10 കോടി രൂപയാണ്. അതും PR വർക്കിന്റെ ഭാഗമാക്കി കൊച്ചിൻ കോർപ്പറേഷനിൽ ഉൾപ്പെടുത്തി. എങ്കിൽ ഇത് ഇവർക്ക് ഉപകാരപ്പെടണ്ടേ? അതുമില്ല. പുനർനിർമ്മാണം ചെയ്യാനുള്ള തടികൾ പോലും ഇവിടെ കിടന്ന് ചീന് ഇല്ലാതായ ഒരു അവസ്ഥയിലേക്കാണ് മാറുന്നത്. ശരിക്ക് കൊച്ചിക്കാരെ ഇത്രയധികം ഉപദ്രവിച്ച 5 വർഷം വേറെ ഉണ്ടാവില്ല. പരമ്പരാഗതമായി കൊച്ചിയെ വ്യത്യസ്തമാക്കുന്നതും ടൂറിസ്റ്റുകൾക്ക് കൺകുളിർമ നൽകുന്നതും കൗതുകം നൽകുന്നതുമായ ഒരു സംഭവമാണ് ചൈനീസ് നെറ്റ് അഥവാ കൊച്ചിയുടെ ചീനവല. ഈ ചീനവലയ്ക്ക് പിന്നിൽ 10 കോടിയുടെ പ്രവർത്തനം നടത്തുമെന്ന വലിയ ബഡ്ജറ്റ് എല്ലാം കണ്ടിരുന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. 10 കോടിയെല്ലാം ഈ ചീനവല കിട്ടും. ഇവിടെ ആകെ 1, 2, 3 ഈ ചീനവലകളെല്ലാം നശിഞ്ഞടക്കുകയാണ്. എന്തായിരുന്നു ഇതിന്റെ പിന്നിൽ? ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവന മാർഗമായിട്ടുള്ള ഈ ചൈനീസ് ഫിഷിംഗ് നെറ്റ് എന്ന് പറയപ്പെടുന്നത്, അതായത് കൊച്ചിയുടെ സിഗ്നേച്ചർ എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. കൊച്ചിയിൽ ഈ ചീനവല കാണുന്നതിനും മീൻ പിടിക്കുന്നത് കാണുന്നതിനും വേണ്ടി ധാരാളം ആളുകൾ ഇവിടെ വരും. ഈ ആളുകൾ ഇവിടെ വന്ന് കാണാൻ വരുമ്പോൾ ചീനവലയുടെ അവസ്ഥ ഇതാണ്. നമുക്കറിയാം, പൊട്ടിപ്പൊളിഞ്ഞിടക്കുന്ന അവർക്ക് ഈ ചീനവല വലിക്കുന്ന ആളുകൾക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ. എല്ലാ പാലം ഒക്കെ പൊളിഞ്ഞിടക്കുന്നത്. ഇത് നവീകരിക്കുന്നതിന് വേണ്ടി കോടികൾ നമ്മളുടെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ഇന്ത്യ ഗവൺമെന്റും കുറെ കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ വെറുതെ വാക്കിൽ മാത്രമേ ഉള്ളൂ ഇടപെടൽ. സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ട് ചീനവല പണിത് കൊടുക്കുമെന്നും പറഞ്ഞ് ഈ അറ്റത്ത് കാണുന്ന ഒരു ചീനവല ഉണ്ട്. ആ പണിയാൻ വേണ്ടി വന്നിട്ട് തടി ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ആ തടി വർഷങ്ങളായി ഇവിടെ കിടന്ന തടി ഉറഞ്ഞുപോയ ഒരവസ്ഥ. അപ്പോ കൊള്ളയടിച്ച CPM ഡബിൾ എഞ്ചിൻ. അപ്പൊ ഇപ്പോ നമ്മൾ കാണുന്നത് ഇപ്പൊ ഇതിന്റെ ഒക്കെ ഇടയിൽ കൂടി കൊച്ചി നഗരസഭ 10 കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ചീനവല നവീകരണവുമായി. നഗരസഭയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല അതിന്റെ അകത്ത്. എന്നാലും യാതൊരുവിധ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. ഒരു എസ്റ്റിമേറ്റ് പോലും എടുത്തിട്ടില്ല. അതായത് മറ്റേ ടൂറിസം, കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന പദ്ധതി അത് കൊച്ചിൻ കോർപ്പറേഷൻ കാണിച്ചൊരു PR മുഖം. എല്ലാത്തിനും ഒരു PR പദ്ധതിയാണ്. അതായത് 10 ലക്ഷത്തിന് പ്രവർത്തനം നൽകിയാൽ 25 ലക്ഷത്തിന് PR ആണ്. മൊത്തം PR ആണ്. കാരണം സാധാരണക്കാർക്ക് ഇവിടെ ഒന്നും ലഭിക്കുന്നില്ല. അപ്പൊ ശരിക്കും ഇതെല്ലാം, അതായത് എനിക്ക് തോന്നുന്നു കൊച്ചിൻ കോർപ്പറേഷനിലെ ഏറ്റവും വലിയൊരു മുഖമാണ് 1-ാം ഡിവിഷൻ, ബീച്ച്, ടൂറിസം സ്പോട്ട്, ഹെറിറ്റേജ് സ്പോട്ട്. പക്ഷേ ഇതെല്ലാം തടഞ്ഞത് താങ്കൾ ഒരു UDF കൗൺസിലർ ആയതുകൊണ്ടാണ്. ഞാനൊരു UDF കൗൺസിലർ. അവർ ഈ ഡിവിഷൻ പിടിക്കാൻ വേണ്ടി പല പ്രാവശ്യവും നോക്കിയിട്ട് നടന്നിട്ടില്ല. പിന്നെ നമ്മൾ അത്ര ശക്തമായിട്ട് തന്നെ നമ്മുടെ ആളുകളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടി നിൽക്കുന്നുണ്ടിട്ട് മാത്രമാണ് എനിക്കിവിടെ പിടിച്ചേക്കാം. അപ്പോ അതായത് LDF കൗൺസിലർമാർക്ക് കൊടുത്ത പരിഗണന ഒന്നും UDF കൗൺസിലർമാർക്ക് കിട്ടിയില്ല. അതായത് LDF കൗൺസിലർമാരുടെ ഡിവിഷനിൽ നടന്ന ചെറിയ പദ്ധതികൾ പോലും വലിയ കൊട്ടിഘോഷങ്ങളാണ്. പക്ഷെ ഇവിടെ നടന്നിപ്പോ നമ്മളിപ്പോ നേരത്തെ ഓപ്പൺ തിയേറ്റർ കണ്ടതുപോലെ യാതൊന്നും ചെയ്തിട്ടില്ല. അതായത് CSML നടത്തിയ പ്രൊജക്ടുകൾ പോലും ഒരു കോൺഗ്രസിന്റെ ഡിവിഷൻ എന്നുള്ള കാരണത്താൽ പല പദ്ധതികളും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ജനങ്ങൾ തിരിച്ചറിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഓപ്പറേഷൻ പ്രഖ്യാപിക്കുമ്പോൾ അത് ആളുകൾക്ക് മനസ്സിലാവും. അത് പല ആളുകളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. പല ആളുകൾ